പത്തനംതിട്ട അടൂർ കോട്ടമുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 77-കാരി രത്നമ്മയാണ് മരിച്ചത്. സുജിത് സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. സുജിത്ത്, എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹത അവിടെ നിന്ന് ഉയരുന്നുണ്ടോ? അതേ സുഹൈൽ, സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ആരോപിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയോട് ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് രത്നമ്മയെ വീടിനോട് ചേർന്നുള്ള ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തുള്ള ഒരു വീട്ടമ്മയാണ് ഇവിടേക്ക് എത്തിയത്. ഇവരുടെ സഹോദരി ഇന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് സമീപവാസിയായ വീട്ടമ്മയോട് അവിടേക്കൊന്ന് ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇവിടേക്ക് എത്തിയപ്പോഴാണ് വീടിൻ്റെ പുറത്ത് ചോരത്തുള്ളികൾ കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ നോക്കുമ്പോൾ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള ചായ്പിൻ്റെ കതക് പൂട്ടിയിട്ട നിലയിലായിരുന്നു. കതക് തുറന്നു നോക്കുമ്പോഴാണ് തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ ഇവർ സമീപവാസികളെ വിവരം അറിയിക്കുകയും സമീപവാസികളൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തുകയുമായിരുന്നു. അതിനുശേഷമാണ് അടൂർ പോലീസിൽ വിവരം അറിയിച്ചത്. അടൂർ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കൂടാതെ വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കയ്യിൽ മുറിഞ്ഞ പാടുമുണ്ട്. മൃതദേഹത്തിൻ്റെ കാലുകൾ ഏതാണ്ട് നിലത്ത് മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതൊക്കെ തന്നെയാണ് ഒരു കൊലപാതകമാകാം എന്നുള്ള ഒരു സംശയത്തിലേക്ക് എത്തുന്നത്. ഈ രത്നമ്മയുടെ സഹോദരിയായിട്ടുള്ള ശ്യാമള നമുക്കൊപ്പം ചേരുകയാണ്. അമ്മ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അമ്മ ഈ വിവരം അറിഞ്ഞത്? രാവിലെ എന്നും ഞാൻ ഫോൺ വിളിക്കും. രാവിലെ എന്നും ഫോൺ വിളിച്ചപ്പോൾ ഇന്ന് വിളിച്ചപ്പം ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാൻ ഒത്തിരിയും തവണ വിളിച്ചു, അന്നേരം എടുത്തില്ല. പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ആ മോളെ വിളിച്ചിട്ട് പറഞ്ഞ് എന്ത് ചെയ്യുന്നു നോക്കാൻ പറഞ്ഞു. ആ കുട്ടി വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടത്. ഈ രത്നമ്മ ഇങ്ങനെ മരിച്ചു നിൽക്കുന്നതായി ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ആളാണ്. അവർ നമുക്കൊപ്പം ചേരുകയാണ്. എപ്പോൾ വന്നപ്പോൾ എന്താണ് കണ്ടത്? ഞാൻ വന്നപ്പോൾ വെളിയിൽ സ്റ്റെപ്പിൻ്റെ അവിടെ ബ്ലഡ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പം അകത്തും ബ്ലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മോനെ കൂടെ വിളിച്ചിട്ട് വന്ന് അകത്ത് കയറി നോക്കിയപ്പം കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി ചായ്പ് തുറന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഏതായാലും സുഹൈൽ, ഇപ്പോൾ അടൂർ പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇവർക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണുള്ളത്. ഈ കുടുംബ വീടാണ് ഇത്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ വീട്. ഈ വീട്ടിലായിരുന്നു ഒറ്റയ്ക്ക് ഇവർ വർഷങ്ങളായി താമസിച്ചിരുന്നത്. 2 വർഷം മുമ്പാണ് ഈ അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടത്. അതിനുശേഷമാണ് അമ്മ ഈ വീട്ടിൽ ഒറ്റയ്ക്കായത്. ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ എല്ലാ ദിവസവും അന്വേഷിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം അല്പസമയത്തിനകം അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.